പന്നി വളർത്തലിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, വളർച്ചാ നിരക്ക് കൂടുതലുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. ബ്രീഡിങ്ങിന് കൂടുതൽ സാങ്കേതികത്വവും ശാസ്ത്രീയവുമായ കൂട്, ആഹാരം, വളർത്തുന്ന രീതി എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രീഡിംഗ് ഈ ഫാമിൽ നടത്തുന്നില്ല. ഇറച്ചിക്ക് വളർത്തുന്നതാണ് രണ്ടാമത്തെ രീതി. കുഞ്ഞുങ്ങളെ വാങ്ങി തുറന്ന കൂടുകളിൽ വളർത്തിയെടുക്കുന്നു. പ്രധാനമായും ഹോട്ടലിലെ ആഹാര അവശിഷ്ടങ്ങളാണ് തീറ്റയായി നൽകുന്നത്. പ്രത്യേകം ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ ആവശ്യമായി വരാറില്ല. യഥേഷ്ടം തീറ്റ കൊടുക്കും. 6 മാസം കൊണ്ട് 100-120 കിലോ ഭാരമുണ്ടാകും. ലാർജ് വെയിറ്റ് വെള്ള നിറമുള്ളതും ഡ്യൂറോക്ക് തവിട്ട് നിറമുള്ളതുമാണ്. ഇവയെയാണ് ഇറച്ചിക്കായി വളർത്തുന്നത്. 6 മാസം കഴിയുമ്പോൾ ജീവനോടെയും ഇറച്ചിയായും കച്ചവടം തുടങ്ങും. ജീവനോടെ ഉള്ളതിനെ ലോറിയിൽ കൊണ്ടുകൊടുക്കും. ഇറച്ചി വന്നു വാങ്ങുകയും ഹോൾസെയിലായി ഹോട്ടലിൽ കൊടുക്കുകയും ചെയ്യുന്നു. വളരെ വൃത്തിയായ പരിസര ശുചീകരണം അത്യാവശ്യമാണ്. മനുഷ്യൻ ഭക്ഷണത്തിന് ശേഷം എറിഞ്ഞു കളയുന്ന ഉച്ഛിഷ്ടങ്ങളെ മനുഷ്യർക്ക് തന്നെ ഏറ്റവും പ്രിയങ്കരമായ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥമാക്കി അതിനെ പരിവർത്തനം ചെയ്യുന്ന ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ പന്നി. പന്നി വളർത്തലിനെ പൊതുവെ ഒരു മാലിന്യ സൃഷ്ടിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഉതകുന്ന ഒരു വസ്തുവാണ് പന്നി. മനുഷ്യൻ്റെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഹോട്ടലിലെയും ഹോസ്റ്റലിലെയും ക്യാൻറ്റീനിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ഒക്കെ ഭക്ഷ്യാവശിഷ്ടങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനും അതിനെ നല്ല ഭക്ഷണ പദാർത്ഥവും അതുപോലെ തന്നെ ബയോഗ്യാസ് അതിൻ്റെ പ്ലാന്റുകളൊക്കെ വഴി അതിന് ഊർജ്ജ ആവശ്യങ്ങളും ഒക്കെ സാധിച്ചെടുക്കുന്നതിന് പന്നി നല്ലൊരു ഒരു ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആവശ്യത്തിന് കേരളത്തിൻ്റെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ആവശ്യത്തിന് ഉള്ള പന്നികളെ വളർത്തുന്ന ഒരു രീതി, അത് ഏറ്റവും ശാസ്ത്രീയമായും ശുചിയായും ചെയ്യണമെന്ന് മാത്രം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വേസ്റ്റും ഓരോ മണിക്കൂറിലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതിനായി ഒരു വലിയ ബയോഗ്യാസ് പ്ലാന്റ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. 35 ക്യൂബിക് വലിപ്പമുണ്ട് ഈ പ്ലാന്റിന്. ഇറച്ചിക്ക് വെട്ടുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഇതിലേക്ക് കുഴൽ വഴി എത്തിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് സ്ലറി ടാങ്കിലേക്കും അവിടെ നിന്ന് ഫിൽട്ടർ ടാങ്കിലേക്കും എത്തിക്കും. ഫിൽട്ടർ ചെയ്ത ശേഷം അടുത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് പമ്പ് ചെയ്തു കൊടുക്കും. അലോഷ്യസിൻ്റെ പന്നി ഫാമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. തൊട്ടടുത്ത് കാണുന്ന ജാതിത്തോട്ടം എൻ്റെയാണ്. അതിലേക്ക് അലോഷ്യസിൻ്റെ പന്നി ഫാമിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ്, അതിൻ്റെ സ്ലറി സ്ഥിരമായി പമ്പ് ചെയ്ത് എൻ്റെ ജാതി കൃഷിക്ക് വളരെ പ്രയോജനപരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ല വളമാണ്. അനുഭവത്തിൽ നിന്നും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. 2 വർഷത്തോളമായിട്ട് സ്ഥിരം ഇതിലേക്ക് ഈ പന്നി ഫാമിലെ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന സ്ലറി ഈ ജാതിത്തോട്ടത്തിലേക്കാണ് പമ്പ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അതിന് സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന എനിക്കും ഇന്നുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സ്ലറി തോട്ടത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് പോലെ ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് അടുത്തുള്ള വീടുകളിലും സ്വന്തം വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിനും പന്നിയെ ക്ലീൻ ചെയ്യാൻ വെള്ളം തിളപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. 5 വർഷമായി ഈ ഫാം ഇവിടെ തുടങ്ങിയിട്ട് ഈ ഫാമിലെ വേസ്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ഗ്യാസ് കൊണ്ട് ഞങ്ങൾ 3-5 വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ശല്യങ്ങളോ മറ്റൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. ഇറച്ചിക്ക് വേണ്ടി പന്നിയെ കൊന്നെടുത്ത ശേഷം തിളച്ച വെള്ളമൊഴിച്ച് രോമം മുഴുവൻ വടിച്ചു കളയുന്നു.
അതിനുശേഷം കഴുകി വൃത്തിയാക്കുന്നു. വീണ്ടും മുറിച്ച് കുടലും മറ്റു വേസ്റ്റുകളും നീക്കം ചെയ്യുന്നു. ഇവയെല്ലാം ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഒഴുക്കിവിടുന്നു. വൃത്തിയാക്കിയ ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വിൽക്കുന്നു. ഈ ഇറച്ചി 1 കിലോയ്ക്ക് 200 രൂപയും ഹോൾസെയിലായി 170 രൂപയ്ക്കും വിൽക്കുന്നു. ജീവനോടെ കൊടുക്കുന്നതിന് 1 കിലോയ്ക്ക് 115 രൂപയെ കിട്ടുകയുള്ളൂ. ഞാൻ 5 വർഷമായിട്ട് തൊടുപുഴയ്ക്കടുത്ത് ഏഴല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാം നടത്തിയാണ്. മെയിൻ റോഡിനോട് ചേർന്നും എൻ്റെ വീടിനോട് ചേർന്നുമാണ് നടത്തുന്നത്. എനിക്കിതിൽ നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതും ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വീടിനോട് ചേർന്നും ഇത്ര ഭംഗിയായിട്ട് പന്നി വളർത്താൻ പറ്റും. മെയിൻ റോഡ് അരികാണ്, ആർക്കൊരു ശല്യമില്ലാതെയും ഇത്ര വൃത്തിയായിട്ടും ഇവിടെ പന്നി ഫാം നടത്താൻ പറ്റും. ഞാനിതിൻ്റെ വേസ്റ്റ് മുഴുവൻ ഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് അയൽവക്കത്തുള്ള 5 വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ അതിൽ നിന്നുണ്ടാകുന്ന സ്ലറി മുഴുവൻ ഇവിടെ അയൽവക്കത്തുള്ള ജാതി തോട്ടത്തിലേക്കും വാഴത്തോട്ടത്തിലേക്കും വളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവർക്കും അതൊരു ഉപകാരമാണ്. ഞാനും ഭാര്യ, എനിക്ക് 3 പിള്ളേർ, അച്ഛൻ, അമ്മ, ഇത്രയും പേര് വരുമാന മാർഗം കൂടിയാണിത്. ക്യാൻറ്റീനിന് ഹോട്ടലുകൾ എന്നുള്ള ഇവിടെ നിന്നുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് ഇവിടെ പന്നികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന പന്നി നമ്മൾ ഇറച്ചിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, ലൈവ് കൊടുക്കുന്നുണ്ട്. ഇത് 2 തരത്തിലും കൊടുത്ത് പന്നിയെ വെട്ടി അതിൻ്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ള വേസ്റ്റ് അതുപോലെ പട്ടികൾ വളർത്തുന്നവർക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ മീൻ വളർത്തുന്നവർ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഒരു പന്നിയെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേസ്റ്റും കളയാതെ എല്ലാം വളർത്തുമൃഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ വീട്ടമ്മമാർക്ക് സ്വയം തൊഴിലെന്നുള്ള നിലയ്ക്ക് ഇത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒത്തിരി പുറകിലുണ്ട്. എന്നിരുന്നാലും നമുക്കിതെല്ലാം കണ്ട് ആത്മാർത്ഥതയോടെ നമ്മളിതിലേക്ക് ചാടി കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അതൊരു നമുക്ക് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടിയാണ്. വളരെ ആദായകരമായ ഒരു ബിസിനസ്സാണ്. മൃഗസംരക്ഷണ മേഖലയിൽ ഉപജീവനം തേടുന്ന കർഷകർക്കും സ്വയം തൊഴിൽ സംരംഭകർക്കും ശാസ്ത്രീയമായും പ്രായോഗികമായും നടത്തുമെങ്കിൽ നല്ല ആദായം ലഭിക്കുന്ന മേഖലയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആഹാരരീതി ഇന്ന് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡും മാംസാഹാരവും ഇന്നത്തെ സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത സ്ഥിതിയാണ്. അവിടെയാണ് ഇറച്ചിക്കായി വളർത്തുന്ന ഇത്തരം ഫാമുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ കോഴി, പശു, അരയന്നം, യമു, മത്സ്യം തുടങ്ങിയവ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നു. കേരളത്തിന്റെ തനതായ ജനുസുകളാണ് കാസർഗോഡ് ഡ്വാർഫ്, പീരുമേട് ഡ്വാർഫ്, കുട്ടമ്പുഴ ഡ്വാർഫ്, വെച്ചൂർ പശു തുടങ്ങിയവ. പൊതുവായി ഇവയ്ക്കെല്ലാം ഒറ്റ കളറായിരിക്കും. 115 സെന്റിമീറ്ററിൽ താഴെ മാത്രമേ പൊക്കം ഉണ്ടാകാറുള്ളൂ. ഈ കാണുന്ന വെച്ചൂർ പശു 5 വയസ്സായതാണ്. 1 വർഷത്തിൽ 1 പ്രസവം നടക്കും. വീട്ടാവശ്യത്തിനുള്ള പാൽ സംഭരിക്കാൻ സാധിക്കും. തീറ്റ വളരെ കുറച്ചു മാത്രം മതി. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പരിപാലിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ജനുസുകളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരള ഗവൺമെന്റിന്റെ മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം ഇവിടെ 4 പൂളുകളിലായി മത്സ്യകൃഷി ചെയ്തിരിക്കുന്നു. 2011 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അന്നു മുതൽ മത്സ്യകൃഷി തുടർന്നുകൊണ്ടിരിക്കുന്നു. രോഹു, കട്ല, കാർപ്പ്, ഗൗര, കരിമീൻ, ആറ്റുകൊഞ്ച് തുടങ്ങിയ മത്സ്യങ്ങൾ ഓരോ പൂളിലും വളർത്തുന്നു. ഒരു പൂളിൽ 600 കുഞ്ഞുങ്ങൾ വീതമാണ് വളർത്തുന്നത്. ഗവൺമെന്റിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ സൗജന്യമായി ലഭിക്കുന്നു. 10 സെന്റിൽ കൂടുതൽ സ്ഥലമുള്ളവർക്ക് തീറ്റയും സൗജന്യമായി നൽകുന്നു. 8 മാസം മുതൽ വിളവെടുപ്പ് തുടങ്ങാം. 1 വർഷം കൊണ്ട് വിളവെടുപ്പ് അവസാനിക്കുന്നു. 1 ഏക്കറിൽ ശരാശരി 4000 കുഞ്ഞുങ്ങളെ ഇട്ടാൽ 2500 വലിയ മത്സ്യങ്ങൾ വിൽക്കാൻ കിട്ടും. ഒരു മത്സ്യത്തിന് 1.5 കിലോഗ്രാം മുതൽ 4 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. 250 രൂപ മുതൽ 600 രൂപ വരെ വിലയും കിട്ടും.
തുടങ്ങിയ വർഷം 1.25 ലക്ഷത്തിൽ കൂടുതൽ ലാഭമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഞാൻ ഈ മത്സ്യകൃഷിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നെല്ലും മീനും താറാവും എന്ന് പറയുന്ന മത്സ്യകേരളം പദ്ധതി 2008-2011 സ്കീമിൽപ്പെടുത്തി 2011 ഞാൻ കൃഷി ആരംഭിച്ചത്. ആദ്യത്തെ വർഷം 8-ാം മാസം ഞാൻ മീൻ പിടിക്കുമ്പോൾ എനിക്ക് 1 ഏക്കർ സ്ഥലത്തു നിന്ന് 1,28,000 രൂപയുടെ മത്സ്യവും പച്ചക്കറികളുമായിട്ട് ലഭിക്കുകയുണ്ടായി. ഇത് വൻ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ആ കൂട്ടത്തിൽ ഇതിൻ്റെ കൃഷി ചെലവ് കുറയ്ക്കുക, തീറ്റ ചെലവ്, അതായത് മീനിന് കൊടുക്കുന്ന തീറ്റയുടെ ചെലവ് കുറയ്ക്കുന്നതിലേക്കായിട്ട് ഞാൻ ആ കൂട്ടത്തിൽ കോഴി, താറാവ്, ആട്, പശു, നാടൻ ഇനം പശുക്കളെയാണ് വളർത്തുന്നത്. താറാവ് 500 താറാവ്, 1000 കോഴി, എല്ലാം നാടൻ കോഴിയാണ്. ഇതിനകത്ത് കരിങ്കോഴിയുണ്ട്. കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് വൻ ഡിമാൻഡുണ്ട്. താറാവ് മുട്ട ഒരിക്കലും ഇവിടെ തികയാതെ വരുന്നില്ല. എന്നും രാവിലെ കൂട് തുറക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ആവശ്യക്കാരെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ കൃഷി തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം 1 ഏക്കർ ചെയ്തെങ്കിൽ ഇപ്രാവശ്യം ഞാനത് 1.5 ഏക്കറായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മാസം പ്രായമായ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 8 മാസത്തിന് ശേഷം അതിനെ പിടിക്കും. സാധാരണ നാടൻ കോഴികളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവിടെ വളർത്തുന്നു. ആഹാരവും കൂടുമെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയാണ് എമു. ഒരു ജോഡി എമുവും ഇവിടെ വളർത്തിവരുന്നു. ഇതിന്റെ ഒരു മുട്ടയ്ക്ക് 600 മുതൽ 800 രൂപ വരെ വില ലഭിക്കും. ക്ഷീര കർഷകയായ ഈ വീട്ടമ്മയെ ഒന്ന് ശ്രദ്ധിക്കൂ. 70 വയസ്സിലും മാസം 25,000 രൂപ വരെ സമ്പാദിക്കുന്നു. തികച്ചും ശാസ്ത്രീയമായ തൊഴുത്തല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പശുക്കളെ പരിപാലിക്കുന്നു. 13 പശുക്കളെയാണ് ഇവിടെ വളർത്തുന്നത്. പുല്ലും വൈക്കോലും കാലിത്തീറ്റയും മാത്രം കൊടുക്കുന്നു. 2 നേരവും പശുവിനെ കറക്കുന്നു. ചുറ്റുപാടുമുള്ളവർ വീട്ടിൽ വന്ന് പാൽ മേടിക്കും. ബാക്കിയുള്ളത് ഹോട്ടലുകളിൽ കൊടുക്കും. സഹായത്തിന് ഒരു ജോലിക്കാരനുമുണ്ട്. സർവ്വചെലവും കഴിഞ്ഞ് 25,000 മേൽ പ്രതിമാസം ലഭിക്കുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും പിന്തുടരാവുന്ന ഒരു മാതൃകയാണ് ഈ പശു വളർത്തൽ. ഞങ്ങൾ 45 വർഷമായി. അന്ന് തൊട്ട് ഞങ്ങൾക്ക് പശുക്കളും എരുമയെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഹോട്ടലുണ്ടായിരുന്നു. പിന്നെ 10-13 പശു പാൽ ദിവസം 200 ലിറ്റർ പാൽ സപ്ലൈ ചെയ്യുമായിരുന്നു. 5-8 കട പിന്നെ കട നിർത്തിപ്പോയി. അത് കഴിഞ്ഞ് പുറമേയുള്ള ഹോട്ടലുകൾക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി മറിച്ച് 4 വർഷമായി. അത് ഞാൻ തന്നെയാണ് ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാസം 10-30,000 എങ്ങനെയായാലും എനിക്ക് കിട്ടും. അത് ഇങ്ങനെ പോകുന്നു. സന്തോഷം. എനിക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെളുപ്പിന് 4:30 മണിക്ക് എണീക്കുന്നു, വൈകുന്നേരം വരെ ജോലിയെടുക്കും. ഇന്ന് വരെ എനിക്ക് ഒരു അസുഖമില്ല. ഇടുക്കി ജില്ലയിൽ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. ഈ കർഷകൻ സ്വന്തം വീടിനോട് ചേർന്ന് 1.5 അടി താഴ്ചയിൽ പാത്തി പോലെ നിർമ്മിച്ച് അതിൽ വെള്ളം ശേഖരിച്ച് മത്സ്യകൃഷി ചെയ്യുന്നു. ഷാർക്ക്, ഗൗര തുടങ്ങിയവയാണ് ഈ പോണ്ടിൽ വളർത്തുന്നത്. തൊടുപുഴയിലുള്ള നഴ്സറികളിൽ നിന്നും 1/2 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഒന്നിന് 20 രൂപ മുതൽ വില കൊടുത്തു വാങ്ങും. 1 വർഷം തീറ്റ കൊടുത്ത് വളർത്തും. 1 വർഷം കൊണ്ട് ഒരു മീൻ 3 കിലോഗ്രാം വരെ തൂക്കമുള്ളതാകും. ഉദ്ദേശം 2,000 രൂപ വരെ ഒരു മീനിന് വില കിട്ടുന്നുണ്ട്. ഗ്രാസ് കാർപ്പ്, നൈനോട്ടിക്ക, ഗൗര തുടങ്ങിയവ ഈ പോണ്ടിൽ വളർത്തിയെടുക്കുന്നു. നല്ല ആദായമാണ് ഈ മത്സ്യകൃഷി. കൂടാതെ 10ഓളം ആടുകളെ വളർത്തുന്നു. അഴിച്ചുകെട്ടിയും കൂട്ടിൽ തീറ്റ കൊടുത്തും വളർത്തുന്നു. യമുനാപാരി, കോലാപാരി തുടങ്ങിയ ഇനങ്ങളെയാണ് വളർത്തുന്നത്. പുല്ല്, ഇലകൾ തുടങ്ങിയവ മാത്രമാണ് ആഹാരം. 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നു.
ഒരാടിനെ കറന്നാൽ 1.5 ലിറ്റർ പാൽ വരെ കിട്ടും. മെഡിസിനൽ മൂല്യം കൂടുതലുള്ളതുകൊണ്ട് ലിറ്ററിന് 80 രൂപ വരെ വില കിട്ടുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പ്രസവം നടക്കും. ഓരോ പ്രസവത്തിലും 2 മുതൽ 4 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. 10ലധികം പശുക്കളും എനിക്കുണ്ട്, കിടാക്കളോട് കൂടിയുണ്ട്. അത് സ്വന്തം ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള ആവശ്യത്തിന് മിച്ചം ഉള്ള പാലുകൾ പുറത്ത് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ലാഭകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ യമു അടുത്തെങ്കിലും ഇല്ലാത്തൊരു ഇനം പക്ഷിയായതുകൊണ്ട് അതിനെ വളർത്തുന്നുണ്ട്. മുയൽ വളരെ ലാഭകരമായൊരു കൃഷിയാണ്. 45 ദിവസം കൊണ്ട് പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടാകും. ഒരു പ്രസവത്തിന് 5-8 കുഞ്ഞുങ്ങൾ, 10 വരെ കുഞ്ഞുങ്ങളാകാം. കിലോയ്ക്ക് 150 രൂപ 300 രൂപ വരെ ഉള്ള വിലയ്ക്ക് പോകുന്നുണ്ട്. ആവശ്യക്കാർ ധാരാളമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 10-30 കോഴിയോളം ഉണ്ട്. അതിനെയെല്ലാം രാവിലെ അഴിച്ചുവിട്ട് പരിസരത്തോടെ കൊത്തിപ്പിറക്കി തിന്ന് ആണ് ഞങ്ങൾ വളർത്തുന്നത്. ആവശ്യത്തിനുള്ള മുട്ട കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെ 8 മുതൽ 12 മാസം വരെ തീറ്റ കൊടുത്തു വളർത്തും. ഈ സമയം കൊണ്ട് 100 മുതൽ 150 കിലോ വരെ ഭാരമുണ്ടാകും. ഹോട്ടൽ വേസ്റ്റ് മാത്രമാണ് ആഹാരമായി നൽകുന്നത്. വേസ്റ്റ് സംഭരിക്കുന്ന ഹോട്ടൽ ഉടമകൾക്ക് തന്നെ ഇറച്ചി വിൽക്കാൻ സാധിക്കും. 1 കിലോയ്ക്ക് 200 രൂപയിൽ കൂടുതൽ ലഭിക്കും. 75% ലാഭം കിട്ടുന്ന മറ്റൊരു കൃഷിയും നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. സമ്മിശ്ര കൃഷി രീതിയിൽ പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ തന്നെ മുയൽ വളർത്തൽ, പന്നി വളർത്തൽ മുതലായ പല പല രീതിയിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു വളർത്തലാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഒരു മിക്സഡ് ഫാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സമ്മിശ്ര കൃഷി രീതിയിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പശു വളർത്തലായിരിക്കും. ഈ പശു വളർത്തലിൻ്റെ കൂടെ തന്നെ ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ചിലർക്ക് പന്നിക്ക് പകരം ചിലപ്പോൾ ആട് വളർത്തലായിരിക്കും താല്പര്യം, ചിലർക്ക് മുയൽ വളർത്തലായിരിക്കാം താല്പര്യം, ചിലർക്ക് കോഴി വളർത്തലായിരിക്കാം താല്പര്യം, ചിലർക്ക് ടർക്കി അതുപോലുള്ള ചിലപ്പം ഇതിന് കൂടെ തന്നെ ഓമന പക്ഷികളോ പക്ഷി മൃഗാദികളോ ഒക്കെ വളർത്താനായിട്ട് ഈ കൃഷി രീതിയിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതുകൂടാതെ കോഴി, മുയൽ, തേനീച്ച തുടങ്ങിയവയും വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ഇടുക്കി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി വരുന്ന ഒരു ജില്ലയാകാനുള്ള കാരണവും ഇതുതന്നെയാണ്. കാർഷിക മേഖലയിൽ സമ്മിശ്ര കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുവരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ ലാഭകരമായി ചെയ്യാവുന്ന ഒരു കാർഷിക രീതിയാണ് സമ്മിശ്ര കൃഷി എന്നതിൽ സംശയമില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 14 ജില്ലകളിലും മാതൃക ഹൈടെക് ഹരിത ഗ്രാമങ്ങൾ. മിനി പോളി ഹൌസ് നിർമ്മാണത്തിന് ധനസഹായം. വാർത്തകൾ വിശദമായി. ഭക്ഷ്യസുരക്ഷ, ജലസുരക്ഷ, ഊർജ്ജസുരക്ഷ, പരിസ്ഥിതി സുരക്ഷ എന്നിവ ലക്ഷ്യമിട്ട് കേരളത്തിലെ 14 പഞ്ചായത്തുകളിൽ ഹൈടെക് ഹരിതഗ്രാമ പദ്ധതി നടപ്പാക്കുന്നു. എല്ലാ വീടുകളിലും സൗരോർജ്ജം, മഴവെള്ള സംഭരണം, ഉറവിട മാലിന്യ സംസ്കരണം എന്നിവ സംയോജിപ്പിച്ച് ഹൈടെക് കൃഷിരീതികളും ജൈവ കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും കൈവരിക്കുന്നതാണ് ഹൈടെക് ഹരിതഗ്രാമ പദ്ധതി. ഒരു ഗ്രാമത്തിന് 3 കോടി രൂപ വീതം 14 ഗ്രാമങ്ങൾക്ക് 42 കോടി രൂപയുടേതാണ് ഈ പദ്ധതി. കൃഷിവകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, ജലനിധി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അനർട്ട്, ശുചിത്വ മിഷൻ എന്നിവയുടെ വിവിധ പദ്ധതികൾ ഇതിലൂടെ സംയോജിപ്പിക്കും. തിരുവനന്തപുരം മാണിക്കൽ, കൊല്ലം പെരിനാട്, പത്തനംതിട്ട ഇരവിപേരൂർ, ആലപ്പുഴ മാരാരിക്കുളം സൗത്ത്, കോട്ടയം വാഴൂർ, ഇടുക്കി കാമാക്ഷി, എറണാകുളം മൂക്കന്നൂർ, തൃശൂർ താന്യം, പാലക്കാട് അഗളി, മലപ്പുറം പുലമന്തോൾ, കോഴിക്കോട് ചെമ്മഞ്ചേരി, വയനാട് തിരുനെല്ലി, കണ്ണൂർ
പെരിങ്ങോം വയക്കര, കാസർഗോഡ്, മൊഗ്രാൽ പുത്തൂർ എന്നീ ഗ്രാമങ്ങളെയാണ് ഹൈടെക് ഹരിതഗ്രാമ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മിനി പോളി ഹൌസ് നിർമ്മാണത്തിന് 50% ധനസഹായം നൽകുന്നു. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി പദ്ധതിയിൽ 1 സെന്റ് മുതൽ 10 സെന്റ് വരെയുള്ള പോളി ഹൌസ് പച്ചക്കറി കൃഷിക്ക് ചെലവിന്റെ 50% പരമാവധി 1 ചതുരശ്ര മീറ്ററിന് 467 രൂപ ധനസഹായം നൽകും. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2330 857. വയനാട് അമ്പലവയലിൽ പ്രവർത്തിക്കുന്ന MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ ജനുവരി 23-30 തീയതികളിൽ കുരുമുളക് കൃഷിയിൽ പരിശീലനം നൽകുന്നു. ഇതിനായി കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447 45550. ചിലവില്ല പ്രകൃതി കൃഷിയുടെ ഉപജ്ഞാതാവ് സുഭാഷ് പലേക്കർ നേരിട്ട് കൃഷിരീതികൾ പഠിപ്പിക്കുന്ന 2 ശില്പശാലകൾ കേരളത്തിൽ സംഘടിപ്പിക്കുന്നു. തെക്കൻ ജില്ലകൾക്ക് വേണ്ടി പത്തനംതിട്ട അടൂർ മാർത്തോമ സെന്ററിൽ 2014 ഫെബ്രുവരി 1 മുതൽ 7 വരെ ക്ലാസുകൾ നടത്തും. വടക്കൻ ജില്ലകൾക്ക് വേണ്ടിയുള്ള ശില്പശാല മലപ്പുറം നിലമ്പൂർ ടൗണിലെ OCK ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി 11 മുതൽ 17 വരെയാണ് സംഘടിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ: അരൂർ 9446 350670, നിലമ്പൂർ 9495 08 3959. 2014 അന്താരാഷ്ട്ര കുടുംബകൃഷി വർഷത്തിൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ജനുവരി 22-23 തീയതികളിൽ കായംകുളം കേന്ദ്ര തോട്ടവിള പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക മുഖാമുഖം സംഘടിപ്പിക്കുന്നു. 1-ാം ദിവസം ജനുവരി 22 രാവിലെ 9:30 തെങ്ങ് കൃഷി വിത്തു മുതൽ വിപണി വരെ എന്ന വിഷയത്തിലും തുടർന്ന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലും കർഷകരുമായി മുഖാമുഖം നടത്തും. 2-ാം ദിവസം മൃഗസംരക്ഷണ ഉൽപാദനക്ഷമതയും ആദായവും കൂടാതെ കുളമ്പ് രോഗം എന്ന വിഷയത്തെക്കുറിച്ചും തുടർന്ന് വനിതകൾക്ക് തൊഴിലും വരുമാനവും എന്ന വിഷയത്തെക്കുറിച്ചും ചർച്ചകൾ നടത്തും. കൃഷിശാസ്ത്രജ്ഞർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക വിദഗ്ധർ, കർഷകർ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവർ കാർഷിക മുഖാമുഖത്തിൽ പങ്കെടുക്കും. എള്ള് കൃഷിക്ക് അനുയോജ്യമായ സമയമാണിപ്പോൾ. സർവകലാശാലയുടെ ഓണാട്ടുകര പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും തൃശൂർ അറ്റിക്കലും അത്യുൽപാദന ശേഷിയുള്ള എള്ളുവിത്ത് ലഭ്യമാണ്. ഇതിനായി കർഷകർക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 2370 540. സുരക്ഷിത ഭക്ഷണം പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് ജൈവോൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് പദ്ധതി കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിൽ നടപ്പാക്കുന്നു. കേരളത്തിന്റെ തനത് നെല്ലിനങ്ങളായ ജീരകശാല, പൊക്കാളി, ഗന്ധകശാല, ഞവര തുടങ്ങിയവ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കേരള ബ്രാൻഡിൽ വിപണി കണ്ടെത്തുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇതിനായി ബ്രാൻഡ് രജിസ്ട്രേഷൻ ഊർജിതപ്പെടുത്തൽ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുന്ന സർട്ടിഫിക്കേഷൻ ഏജൻസികളെയും സർട്ടിഫിക്കേഷൻ പ്രക്രിയയിലും ഊർജിതപ്പെടുത്തൽ, വിപണന സൗകര്യമൊരുക്കൽ എന്നിവയ്ക്കും പദ്ധതിയിലൂടെ ധനസഹായം നൽകും. 9 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. അടുത്തതായി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,200 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,450 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,900 രൂപ, കൊപ്ര ക്വിൻ്റലിന് 7,850 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 50,800 രൂപ, ജാതിക്ക തൊണ്ടോടുകൂടിയത് കിലോയ്ക്ക് 370, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 630 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 50,800, അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 48,800 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 48,000 രൂപ, വയനാടൻ കുരുമുളക് 48,500 രൂപ. കൊപ്ര വിപണി ക്വിൻ്റലിന് കോഴിക്കോട് 7,950 രൂപ, തളിപ്പറമ്പ് 7,300, കാസർഗോഡ് 7,400 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 11,930 രൂപ, കോട്ടയം 11,600 രൂപ, ആലപ്പുഴ 10,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.1, 24.9. കൊച്ചി 33.2, 24.8. ആലപ്പുഴ 31.1, 23.2. പുനലൂർ 33, 20.5. തിരുവനന്തപുരം 31.6, 23.7 ഡിഗ്രി സെൽഷ്യസ്.
ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.